എന്ന് പറഞ്ഞാൽ ചെരുപ്പ് ഈ പറയുന്ന എന്താണ് ഒരു പഴയ 2 ചെരുപ്പ് എറിയുമ്പോഴേക്കും ഈ വണ്ടി എന്താണ് ദിശ തെറ്റി മറിഞ്ഞ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ജീവഹാനി ഉണ്ടാകുമെന്നൊക്കെ പോലീസ് സ്റ്റേഷനിലെ തിരക്കഥാകത്ത് എഴുതി വെച്ചു. കോടതി ചിരിച്ചു. കോടതി എന്താണ് ഈ ഷൂ എറിയുന്നത് എങ്ങനെയാണ് കൊല്ലാനുള്ള നീക്കമെന്ന് ചോദിക്കുന്നു. പ്രോസിക്യൂട്ടർ അന്തം പിടിച്ച് ചുറ്റും നോക്കുന്നതൊക്കെ കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിൻ്റെ പിന്നാലെ അതൊന്ന് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്കെതിരെ സമാന വകുപ്പിട്ട് കേസ് കൊടുത്തു കേട്ടോ CR. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ അഡ്വക്കേറ്റ് അസ്കർ, ഈ പറയുന്ന പരമാവധികൾ നമ്മൾ കാണാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെ അല്ല. ഇപ്പോൾ അതിനെ സൂക്ഷ്മമായി നോക്കുന്നവർക്ക് ഇന്ന് കണ്ട രാവിലെ മുതൽ കാണുന്ന കാഴ്ച അത്ഭുതമേ അല്ല. കാര്യം കേരളയിൽ സമരകാലത്ത് ഈ ഇരിക്കുന്ന CR നീലകണ്ഠൻ വിയോജിപ്പ് അറിയിച്ചതിന് പൊതുമന്ത്രിയിൽ അധിക്ഷേപിച്ചു. പറയാൻ പാടില്ലാത്ത പലതും ഈ CRനെതിരെ പറഞ്ഞു. CRന്റെ കൂടെ നിന്ന് എല്ലാവർക്കും എതിരെ പറഞ്ഞു. ഒരു കവി റഫീഖ് അഹമ്മദ് ഇക്കാലം അത്രയും ഇടതുപക്ഷത്തിനൊപ്പം നിന്നാണ് കേരളത്തിനെതിരെ എന്തോ ഒരു കവിതയുടെ രൂപത്തിൽ എന്തോ ഒരു വിയോജിപ്പ് പറഞ്ഞു. ഉടനെ ഇടതുവിരുദ്ധനായി, തീവ്രവാദിയായി, മഹാ അപരാധിയായി. അന്ന് സമരത്തിനിറങ്ങിയവർ എന്താണ് കോഴിക്കോട് ഭാഗത്തേക്കാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്, ഞങ്ങളുടെ തെക്കോട്ട് ഭാഗത്തേക്കാണെങ്കിൽ RSS ആയി. അതിനുശേഷം വിഴിഞ്ഞം സമരം, അവിടെ എന്തോ മാവോയിസ്റ്റ് കൂടാലോ എന്ന് പാർട്ടി പത്രത്തിൽ വ്യാജവെണ്ടയ്ക്ക, എന്താണ് ചിത്രമൊക്കെ നിരത്തി വ്യാജവെണ്ടയ്ക്ക, എന്താണ് ഒന്ന് വിമാനത്തിൽ കയറി മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് 2 മുദ്രാവാക്യത്തിന് എന്താണ് വധശ്രമത്തിന് കേസെടുക്കൽ, ഷൂ അറിഞ്ഞാൽ വധശ്രമത്തിന് കേസെടുക്കൽ, മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കൽ, എല്ലാം പരമാവധിയിൽ എത്ര കാലം ഈ സർക്കാർ ഇങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് അഡ്വക്കേറ്റ് BN അസ്കർ? ഹഷ്മി, പണ്ടൊരു UDF കാലത്ത് കോഴിക്കോട് നഗരത്തിൽ വെച്ച് CPIMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഒരു മനുഷ്യനെ, വയോധികനും രോഗഗ്രസ്തനുമായ ഒരു മനുഷ്യനെ, ഒരു MLAയുടെ കൂടി ഭർത്താവായിരുന്നൊരു മനുഷ്യനെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് തിരുവഞ്ചൂരിൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്തത് അങ്ങ് മറന്നുപോയോ? എങ്ങനെയായിരുന്നു അറസ്റ്റ് ചെയ്തതെന്ന് അറിയാമോ? പോലീസ് വാഹനം പിന്തുടർന്ന് തെരുവിലിട്ട് വലിച്ചിഴച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മോഹനൻ മാസ്റ്റർ എന്ന. പിൽക്കാലത്ത് ആ കേസ് കള്ളക്കേസാണെന്ന് കണ്ട് കോടതി വെറുതെ വിടുകയായിരുന്നു. ആയിരക്കണക്കിന് SFIയുടെയും DYFIയുടെയും പ്രവർത്തകരുടെ വീട്ടിൽ സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ച് അമ്മയെ പോലും തല്ലിയിട്ട് കതക് ചവിട്ടി പൊളിച്ച് പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട് UDFന്റെ പല ഭരണകാലത്തും. അപ്പോൾ ഇത് നടാടയായിട്ട് സംഭവിക്കുന്നതാണോ? ഇപ്പോൾ സംഭവിച്ചത് എന്താ? രാഹുലിന് നിങ്ങൾ കരുതുന്ന എന്ത് പ്രിവിലേജാണ് ഈ സൊസൈറ്റിയിലുള്ളത്? പ്രതിപക്ഷ യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷന് എന്ത് പ്രിവിലേജാണ് നിങ്ങൾ കൽപ്പിച്ചു കൊടുക്കുന്നത്? ആ പ്രിവിലേജിന്റെ പേരെന്താണ്? അത് ഏത് ഭരണഘടനയുടെ പേരാണ്? നിതിൻ പുല്ലനില്ലാത്ത പ്രിവിലേജ് എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്നത് എനിക്ക് സംശയം. ആ പ്രിവിലേജിന്റെ പേരാണ് നിതിൻ പുല്ലൻ എന്നുള്ള DYFI നേതാവിനുള്ള പ്രിവിലേജ്. ഹസൻ മുബാറക് എന്ന പോലീസിനെ എന്താണ് തെണ്ടിയെന്നും പട്ടിയെന്നും വിളിച്ച് തെരുവിൽ അധിക്ഷേപിക്കുമ്പോൾ കേസെടുക്കാത്ത, ലാസ്റ്റ് സമ്മർദ്ദം വരുമ്പോൾ മാത്രം കേസെടുക്കുന്ന പ്രിവിലേജിനാണ് പ്രിവിലേജ് എന്ന് പറയുന്നത്. പോലീസിന്റെ ഗൺമാൻ കേസെടുക്കണമെന്ന് കോടതി പറയുമ്പോൾ കേസെടുക്കാതെ ഒളിച്ചു കളിക്കുന്ന പോലീസിനാണ് പ്രിവിലേജ് എന്ന് പറയുന്നത്. പ്രിവിലേജ് ഉണ്ട്. സം ആർ ഈക്വൽ, സം ആർ മോർ ഈക്വൽ. ഹസ്കർ, അങ്ങനെയല്ല, ഞാൻ പറഞ്ഞുതരാം. 333 ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ്. 149 വകുപ്പ് ഇന്ത്യൻ പീനൽ കോഡ് 149 വകുപ്പ് എന്ന് പറയുന്നത് അൺലോഫുൾ അസംബ്ലിയാണ്. ആ അസംബ്ലിയിൽ പങ്കെടുത്ത ഓരോരുത്തരും, ആ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത ഓരോരുത്തരും താങ്കൾ അതേ കുറ്റകൃത്യം ചെയ്തതായിട്ടാണ് നിയമം കാണുന്നത്. അപ്പോൾ 10 കൊല്ലം വരെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്ത ഒരു വ്യക്തിയെ പ്രിവെന്റീവ് അറസ്റ്റാണോ ചെയ്തത്? അറസ്റ്റല്ലേ ചെയ്തിരിക്കുന്നത്? ഏതൊരു പ്രതിക്കെയും അറസ്റ്റ് ചെയ്യുന്നുള്ള അവകാശം പോലീസിനുണ്ട്. അപ്പോൾ ഇപ്പൊ നിങ്ങൾ പറയും നോട്ടീസ് 7 വർഷം വരെ കുറ്റകൃത്യം ചെയ്യുന്ന വിധി പ്രകാരം നോട്ടീസ് അറസ്റ്റ് ചെയ്യാൻ അവകാശമുണ്ട്. ഒരു വന്ധ്യവയോധികൻ പാവം പാതിരെ ജീവിതാവസാനം വരെ കുറ്റകൃത്യം അവകാശമൊക്കെ ഉണ്ടെന്ന് നിങ്ങളുടെ കയ്യിൽ അധികാരമുണ്ടെങ്കിൽ എന്തും ചെയ്യാം. ഞാൻ തിരികെ ഇടവേളയ്ക്ക് ശേഷം ഇടവേളയ്ക്ക് അടിയന്തരമാവുകൊണ്ടാണ്, ക്ഷമിക്കണം, ഇടവേളയ്ക്ക് അതുകൊണ്ടാണ് ഇടവേള.